ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT മാത്സ് ചാപ്റ്റർ വൈസ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി 10th ലെവൽ പ്രിലിംസിനും മെയിൻസിനും അതുപോലെ +2 മെയിൻസിനും ഡിഗ്രി മെയിൻസിനും വേണ്ടിയിട്ട് SCERT മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5ാം ക്ലാസ് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഒറ്റ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പരപ്പിൻ്റെ അളവ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. ഏരിയ. അപ്പോൾ ഇതിൽ ആദ്യം പഠിക്കേണ്ടത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് നീളം ഇൻറ്റു വീതി. അപ്പോൾ ഇതാണല്ലോ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് നീളത്തിനെ നമ്മൾ ലെങ്ത് എന്ന് വിളിക്കും, വീതിയെ നമ്മൾ ബ്രെഡ്ത്ത് എന്ന് വിളിക്കും. അപ്പോൾ ചതുരം അഥവാ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ നീളം ഇൻറ്റു വീതി. ഇനി സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള ചതുരത്തിനെയാണ് എന്ത് പറയുന്നത്, സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 4 വശവും ഈക്വൽ ആകുമ്പോൾ ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗറിനെയാണ് എന്ത് പറയുന്നത്, സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എ സ്ക്വയർ അല്ലെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ അല്ലെങ്കിൽ എ ഇൻറ്റു എ വെച്ചിട്ടാണ്, സൈഡ് ഇൻറ്റു സൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഏതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പം മലയാളം അറിഞ്ഞിരിക്കണം. ഏരിയയുടെ മലയാളം എന്ന് പറയുന്നത് പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം. ഓക്കെ, അപ്പോൾ ഏരിയയുടെ മലയാളം എന്താണ്, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം. പരപ്പിൻ്റെ അളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയയാണ്, പരപ്പളവ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സ്ക്വയറിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ. ആദ്യം ഇത്രയും പഠിക്കുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ, വീതി 10 സെൻറ്റിമീറ്റർ, പരപ്പളവ് എത്ര? അപ്പോൾ ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്, ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണെന്ന് ഓർക്കുക. റെക്റ്റാങ്കിളിൻ്റെ നീളം തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, വീതി തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക, ഏരിയ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 20 ഇൻറ്റു 10 ദാറ്റ് ഈസ് 200 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. മലയാളത്തിൽ എങ്ങനെ പറയാം, ചതുരശ്ര സെൻറ്റിമീറ്റർ. 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ എല്ലാം 8 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ പരപ്പളവ് എത്ര? അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ എല്ലാം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് എന്ത് ചതുരമായിരിക്കും, സമചതുരമായിരിക്കും. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് സമചതുരമായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സമചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ. അപ്പോൾ 8 ഇൻറ്റു 8 ഈക്വൽ ടു 64 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്ററിൽ തന്നതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്ററിൽ തന്നാൽ മീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുർശ സെൻറ്റിമീറ്റർ ആണ്. നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ വീതി എത്ര? അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്, അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്, 96. അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, നീളം 12 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 96 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു ബി. വീതി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി എങ്ങനെ കണ്ടുപിടിക്കും, 12നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. 96/12 ദാറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് വീതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ തന്നിരുന്നാൽ ഒരു ഇക്വേഷൻ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 81 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്
എ സ്ക്വയർ ആണല്ലോ, എ സ്ക്വയർ ആണ് 81 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം സിമ്പിളാണ്. എ എങ്ങനെ കണ്ടുപിടിക്കും? എ സ്ക്വയർ 81 എന്ന് തന്നിരുന്നാൽ എ എന്ന് പറയുന്ന √81, അതായത് 9 സെൻറ്റിമീറ്റർ ആണ് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാവുന്ന എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്? അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്, ഒരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും ഏതൊക്കെ സംഖ്യകളാകാം? അതായത് 40നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 40നെ 5 × 8 40 10 × 4 40 20 × 2 40 40 × 1 40. ഇങ്ങനെയല്ല നമുക്ക് 40നെ എഴുതാം. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഏതാണ് ഉത്തരം? അപ്പോൾ സംഖ്യ ഏതൊക്കെ എണ്ണൽ സംഖ്യ നീളവും വീതിയായിട്ട് വരും? അപ്പോൾ 5,8 എന്ന് തന്നിരിക്കും, അല്ലെങ്കിൽ 10,4 എന്ന് തന്നിരിക്കും, 20,2 എന്ന് തന്നിരിക്കും, 40,1 എന്ന് തന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹെക്ടർ എന്ന് പറയുന്ന എത്ര ചതുരശ്ര മീറ്റർ ആണ്? 10,000 ചതുരശ്ര മീറ്റർ ആണ്. ഹെക്ടർ എന്ന് പറയുന്നത് വലിയ സ്ഥലങ്ങൾ, വലിയ പുരയിടങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഹെക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10,000 ചതുരശ്ര മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ജനസാന്ദ്രത? ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പോയിന്റ് എന്താണ് ജനസാന്ദ്രത? ജനസാന്ദ്രത എന്ന് പറയുന്നത് ഒരു ചതുരശ്ര കിലോമീറ്റർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെ എണ്ണം, അതിനെയാണ് ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ 859 പേരാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ചതുരശ്ര കിലോമീറ്റർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ 859 ആൾക്കാരാണ് തിങ്ങിപ്പാർക്കുന്നത്. അപ്പോൾ 859 റൗണ്ട് ചെയ്ത് 860 എന്ന് തരാറുണ്ട്. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറാണ്. ബീഹാറിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 1102 ചതുരശ്ര കിലോമീറ്റർ. അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1102 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത് വെറും 17 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഓക്കെ, ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ 17 ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ കേരളത്തിൻ്റെത് 859, ഇന്ത്യയുടേത് 382. ഏറ്റവും കൂടുതൽ ബീഹാർ 1102, ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ് 17. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6 മീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? ഇവിടെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ചാടിക്കറി ഉത്തരത്തിലേക്ക് എത്തരുത്. ഇവിടെ യൂണിറ്റുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരെണ്ണം തന്നിരിക്കുന്നത്, നീളം തന്നിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പം നീളം ലെങ്ത് തന്നിരിക്കുന്നത് 6 മീറ്റർ എന്നാണ്. വീതി ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ എന്നാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏരിയ എത്ര ചതുരശ്ര മീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരശ്ര മീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് സെൻറ്റിമീറ്ററിലൊന്ന് കണ്ടുപിടിക്കാം. 6 മീറ്റർ എന്ന് പറയുന്നത് 600 സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് 6 മീറ്റർ എന്ന് പറയുന്നത് 600 സെൻറ്റിമീറ്റർ ആണ്. 50 സെൻറ്റിമീറ്റർ അതിൻ്റെ യൂണിറ്റ് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 600 × 50, അതായത് 30,000 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചതുരശ്ര മീറ്ററിലാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ 30,000 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 3 മീറ്റർ സ്ക്വയർ ആണ്. അതായത് 2 സീറോ ചേരുമ്പോഴത്തേക്കും 1 മീറ്ററായി, അടുത്ത 2 സീറോ ചേരുമ്പോഴത്തേക്കും അടുത്ത മീറ്ററായി. അതായത് മീറ്റർ സ്ക്വയർ 3 മീറ്റർ സ്ക്വയർ ആണ് ചതുരശ്ര മീറ്ററിൽ നമ്മൾ ഏരിയ പറയുമ്പോൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ചോദ്യമാണ്. നോക്കാം. 14 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ച് തന്നെ പോവാം. 14 സെൻറ്റിമീറ്റർ സമചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഓരോന്നും 14 സെൻറ്റിമീറ്റർ ആണ്.
ഓക്കെ, അപ്പോൾ 14 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ 4 മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരം മുറിച്ചു മാറ്റുന്നു. 4 മൂലകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് 4 മൂലകൾ. ഈ 4 മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വീതം വശമുള്ള 4 സമചതുരങ്ങൾ എന്ത് ചെയ്യുന്നു? മുറിച്ച് മാറ്റുന്നു. ഇങ്ങനെ 4 മുറിച്ചു മാറ്റി. എന്നാൽ ബാക്കി ഭാഗത്തിൻ്റെ പരപ്പളവ്, ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ബാക്കി ഭാഗം എന്ന് പറയുന്നത്. ഈ ബാക്കി ഭാഗത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എത്രയാണ്, ചുറ്റളവ് എത്രയാണ്? ഈ 2 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത്രയും ഭാഗത്തിൻ്റേതാണ്. ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 14 സെൻറ്റിമീറ്റർ വശം ഉണ്ടായിരുന്ന ഒരു സമചതുരമാണ്. അപ്പോൾ 14 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? സമചതുരം ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് A². അപ്പോൾ 14ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 196 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ മൊത്തത്തിലുണ്ടായിരുന്ന ഫിഗറിൻ്റെ ഏരിയ. ഇനി മുറിച്ചു മാറ്റിയത് എന്താണ്? സമചതുരമാണ്. ഈ സമചതുരം, ഇവിടെ മുറിച്ചു മാറ്റിയ സമചതുരം എന്ന് പറയുന്നത് ഇതാണ്, 1 സെൻറ്റിമീറ്റർ വീതം വശമുള്ള സമചതുരം. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A², അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു സമചതുരത്തിൻ്റെ ഏരിയ. അങ്ങനെ എത്ര എണ്ണം മുറിച്ചു മാറ്റി? 4 മുറിച്ചു മാറ്റി. ഒരെണ്ണത്തിൻ്റെ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പം 4 ഏരിയ എന്ന് പറയുന്നത് 4 × 1, അതായത് 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ 4 കൂടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഉത്തരമായി. അതായത് മൊത്തത്തിൽ 196 ഉണ്ട്, അതിൽ നിന്നും 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മുറിച്ചു മാറ്റിയത്. അപ്പോൾ ബാക്കി 192 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ബാക്കിയുള്ള ഭാഗം, അതായത് ഈ ഭാഗത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളതിൻ്റെ അളവ്, ചുറ്റുമുള്ളതിൻ്റെ നീളം, അതായത് പെരിമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ ലെങ്ത് ഈ എല്ലാ വശങ്ങളുടെയും ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഇത് മൊത്തം 14 അല്ലേ? മൊത്തം 14 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇവിടെ ചതുരം മുറിച്ചു മാറ്റിയല്ലോ. ചതുരം മുറിച്ചു മാറ്റിയത് ഈ സൈഡ് 1 സെൻറ്റിമീറ്റർ, അതുപോലെ ഈ സൈഡ് 1 സെൻറ്റിമീറ്റർ, അതായത് 1 + 1 മൊത്തം 2 സെൻറ്റിമീറ്റർ ആണ് മുറിച്ചു മാറ്റിയത്. 14 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. ഈ 2 സൈഡിൽ നിന്നും കൂടെ 2 സെൻറ്റിമീറ്റർ പോയപ്പോഴത്തേക്കും ഇവിടെ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഇവിടെയും അതുപോലെ എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി ഈ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ നിന്നല്ലേ ഒരു സ്ക്വയർ മുറിച്ചു മാറ്റിയത്, 1 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള സ്ക്വയർ. അപ്പം ഈ സൈഡിൻ്റെ ലെങ്ത് 1, ഈ സൈഡിൻ്റെ ലെങ്തും 1, അതുപോലെ ഇവിടെയും 1 1 1 1 1 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. അപ്പോൾ 12 എത്ര എണ്ണം ഉണ്ട്? 12 4 എണ്ണം ഉണ്ട്. 12 × 4 48 പ്ലസ് 1 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 8 പ്ലസ് 8 എത്രയാണ്? 56. അപ്പോൾ 56 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഫിഗറിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. പരപ്പളവ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഏരിയ എടുത്തതിന് ശേഷം മുറിച്ചു മാറ്റിയ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ചുറ്റളവെന്ന് പറയുന്നത് ആ ലെങ്ത് പോയിട്ടുള്ള സൈഡ് എടുക്കുക, അതായത് നീളം എടുക്കുക, പിന്നെ ഇതും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ, പരപ്പിൻ്റെ അളവ്. നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്